ഓക്കെ, സോ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഫൈനലി റിയൽമി അവരുടെ റിയൽമി X7 സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. 2 ഫോൺസാണ് വന്നിരിക്കുന്നത്, റിയൽമി X7ഉം പിന്നെ X7 പ്രോയും. ഓൾറെഡി ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്ത ഫോൺസാണ് ഈ രണ്ടും, X7 പ്രോ ആയാലും X7 ആയാലും. പക്ഷേ X7ൻ്റെ കാര്യത്തിൽ ലേശം ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാം. സോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഈ 2 ഫോൺസിൻ്റെയും സ്പെസിഫിക്കേഷൻസ്, അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ പ്ലസും മൈനസും ശരിക്കും അറിയാൻ വേണ്ടി പ്രൈസ് ആദ്യം അറിയണം. ഞാൻ നോർമലി പ്രൈസ് ലാസ്റ്റാണ് പറയുന്നത്, പക്ഷേ ഇപ്പം ഈ ഒരു വീഡിയോക്ക് വേണ്ടി ഞാൻ പ്രൈസ് ഫസ്റ്റ് തന്നെ പറഞ്ഞുതരാം. സോ റിയൽമി X7ൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 19,999. റിയൽമി X7 പ്രോയിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 29,999. സോ 2 ഫോൺസ് ആണ് റിയൽമി X7 ആൻഡ് റിയൽമി X7 പ്രോ. സോ റിയൽമി X7ൻ്റെ ഒരു പ്രോ വെർഷനാണ് റിയൽമി X7 പ്രോ. സോ നമുക്ക് രണ്ടും ഒരുമിച്ച് കാണാം. എന്നിട്ട് ഞാൻ ഡിഫറൻസസ് പറഞ്ഞുതരാം. ഈ ഡിസ്പ്ലേ ആണെങ്കിലും പ്രോസസ്സർ, ക്യാമറ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് അത് ഞാൻ എടുത്ത് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഡിസൈനിൻ്റെ കാറ്റഗറി നോക്കാം. സോ ഫസ്റ്റ് റിയൽമി X7ൽ പ്ലാസ്റ്റിക്കിൻ്റെ ആണ് ബിൽഡ്. സോ ബാക്ക് പ്ലാസ്റ്റിക് ആണ് റിയൽമി X7ൻ്റെ. പിന്നെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ നല്ല ലൈറ്റ് വെയിറ്റ് ഫോണാണ്, പ്ലസ് കോമ്പാക്റ്റും കൂടിയാണ്. സോ 6.4 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആയതുകൊണ്ട് നല്ല കോമ്പാക്റ്റ് ഫോണാണ് റിയൽമി X7. അതിനോടൊപ്പം തന്നെ വെയിറ്റ് നല്ല കുറവാണ്, 175 ഗ്രാം ആണ്, അതായത് 175 ഗ്രാം ആണ് ഇതിൻ്റെ വെയിറ്റ്. സോ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, പ്ലസ് ഞാൻ പറഞ്ഞതുപോലെ കോമ്പാക്റ്റ് ഫോൺ കൂടിയാണ് റിയൽമി X7. റിയൽമി X7 പ്രോ ഒരു പ്രോ അല്ലെങ്കിൽ ഒരു പ്രീമിയം ഫോൺ ആയതുകൊണ്ട് പ്രീമിയം ബിൽഡ്, പ്രീമിയം ഗ്ലാസ് ബിൽഡ് കൊടുത്തിട്ടുണ്ട്. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. X7 പ്രോയിൻ്റെ ഫോം ഫാക്ടറും നല്ല കോമ്പാക്റ്റ് ഫോം ഫാക്ടർ തന്നെയാണ്. 6.55 ഇഞ്ചിൻ്റെ ആണ് ഡിസ്പ്ലേ. ഇതിൻ്റെ ബിൽഡും ലൈറ്റ് വെയിറ്റ് ആണ്, 185 ഗ്രാം ആണ് ഈ ഫോണിൻ്റെ ബിൽഡ്. പക്ഷേ റിയൽമി X7 പ്രോ ഒരു പ്രോ വേരിയൻ്റ് ആയിട്ടും പിന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ IP റേറ്റിംഗ് വരേണ്ടതായിരുന്നു, പക്ഷേ IP റേറ്റിംഗ് വന്നിട്ടില്ല. സോ ഇതിൽ ഈ ഒരു X7 പ്രോ എന്ന ഫോണിൽ IP റേറ്റിംഗ് ഇല്ല. അടുത്ത കാറ്റഗറി ഈ 2 ഫോൺസിൻ്റെയും ഹൈലൈറ്റ് സ്പെസിഫിക്കേഷൻ ആണ്, അതാണ് ഡിസ്പ്ലേ. സോ ഈ 2 ഫോൺസിലും സൂപ്പർ ആമുലറ്റ് ഡിസ്പ്ലേ വരുന്നുണ്ട്, പക്ഷേ അതിലും വ്യത്യാസങ്ങളുണ്ട്. ഫസ്റ്റ് നമുക്ക് റിയൽമി X7 നോക്കാം. സോ റിയൽമി X7ൽ 6.4 ഇഞ്ചിൻ്റെ ആണ് സൂപ്പർ ആമുലറ്റ് ഡിസ്പ്ലേ. ഫുൾ HD+ റെസൊല്യൂഷൻ ഉണ്ട്. 20:9 ആണ് ആസ്പെക്ട് റേഷ്യോ. 411 ppi ആണ് പിക്സൽ ഡെൻസിറ്റി. പിന്നെ നോർമൽ 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ്. 180 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 600 നിറ്റ്സിൻ്റെ ആണ് മാക്സ് ബ്രൈറ്റ്നസ്. അതേ സമയത്ത് X7 പ്രോയിലും സൂപ്പർ ആമുലറ്റ് ഡിസ്പ്ലേ ആണ്, പക്ഷേ ഇതിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് വരുന്നുണ്ട്. 800 നിറ്റ്സിൻ്റെ മാക്സ് ബ്രൈറ്റ്നസും വരുന്നുണ്ട്. 2 ഫോൺസിൻ്റെയും ഡിസ്പ്ലേ സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ അങ്ങനെ കംപ്ലയിൻസ് ഒന്നുമില്ല. ആക്ച്വലി റിയൽമി X7 പ്രോയിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ആ ഒരു പ്രൈസ് കാറ്റഗറിയിൽ ഫസ്റ്റ് ടൈമാണ് സൂപ്പർ ആമുലറ്റ് ഡിസ്പ്ലേ പ്ലസ് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്നത്. റിയൽമി X7ൽ ഉള്ളത് മീഡിയാടെക്കിൻ്റെ ഡയമൻസിറ്റി 800U ചിപ്സെറ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഫസ്റ്റ് ടൈമാണ് ഡയമൻസിറ്റി 800U ചിപ്സെറ്റ് വരുന്നത്. അത് റിയൽമി X7ലാണ്. സോ റിയൽമി X7 800U ചിപ്സെറ്റ് ആണ്. നല്ലൊരു മിഡ് റേഞ്ച് ചിപ്സെറ്റ് ആണ്. ഒക്ടാ കോർ ചിപ്സെറ്റ് ആണ്. 7 നാനോമീറ്റർ ഫാബ്രിക്കേഷൻ ടെക്നോളജി വെച്ച് ഉണ്ടാക്കിയതാണ്. 2.4 GHz ആണ് ടോപ്പ് ക്ലോക്ക് സ്പീഡ്. മാലി G7 MC3 ആണ് GPU. 2 വേരിയൻസിൽ വരുന്നുണ്ട്. 6GB 128GB 8GB 128GB. പക്ഷേ ഒരു വലിയൊരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റും, SD കാർഡിൻ്റെ സ്ലോട്ട് തന്നെ ഇല്ല. സോ ഡെഡിക്കേറ്റഡും ഇല്ല, പിന്നെ ഹൈബ്രിഡും ഇല്ല. സോ നിങ്ങൾ SD കാർഡ് ഫോണിൻ്റെ കൂടെ SD കാർഡ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇതിൽ മിസ് ചെയ്യും, കാരണം സ്ലോട്ട് തന്നെ കൊടുത്തിട്ടില്ല. സോ ഇതാണ് ബേസിക്കലി റിയൽമി X7ൻ്റെ പെർഫോമൻസ് സെറ്റപ്പ്. ഇനി നമുക്ക് X7 പ്രോ നോക്കാം. സോ ഓപ്പോയിൻ്റെ റെനോ 5 Pro വന്നിരുന്നു ഡയമൻസിറ്റി 1000+. ഇനി നെക്സ്റ്റ് ഫോൺ റിയൽമി X7 പ്രോ ആണ് വിത്ത് മീഡിയാടെക്കിൻ്റെ ഡയമൻസിറ്റി 1000+. നല്ല പവർഫുൾ ചിപ്സെറ്റ് ആണ്. 1000+ൻ്റെ ബെഞ്ച് മാർക്ക് സ്കോർസ് കമ്പയർ ചെയ്യുമ്പം 855+ൻ്റെ മേളിലാണ് വരുന്നത്, ലേശം മേളിലാണ് വരുന്നത്. അത് GPU ആയാലും CPU ആയാലും 2 സ്കോർസ് നോക്കിയാലും 855+ൻ്റെ മേളിലാണ് വരുന്നത്. സോ തീർച്ചയായിട്ടും ഒരു പവർഫുൾ ചിപ്സെറ്റ് തന്നെയാണ്. ഡയമൻസിറ്റി 800U പോലെ തന്നെ ഈ ഒരു ചിപ്സെറ്റും 7 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്. ഒക്ടാ കോർ ചിപ്സെറ്റ് ആണ്. ഈ ചിപ്സെറ്റിൻ്റെ മാക്സ് ക്ലോക്ക് സ്പീഡ് ആണ് 2.6 GHz. മാലി G77 MC9 ആണ് GPU. അതിനോടൊപ്പം തന്നെ റിയൽമി X7ൽ കാർഡ് സ്ലോട്ട് ഇല്ലായിരുന്നല്ലോ. സോ തീർച്ചയായിട്ടും റിയൽമി X7 പ്രോയിൽ എന്തായാലും കാർഡ് സ്ലോട്ട് കാണില്ല. സോ ഇതിലും കാർഡ് സ്ലോട്ട് ഇല്ല. ഡെഡിക്കേറ്റഡ് ആണെങ്കിലും ഹൈബ്രിഡ് ആണെങ്കിലും രണ്ടും ഇല്ല. പിന്നെ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ 29,999 ആണ് ഈ ഫോണിൻ്റെ പ്രൈസ്. ആ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ LPDDR4X RAM പ്ലസ് UFS 2.1 ജസ്റ്റിഫൈഡ് അല്ല. സോ ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ ഇതിനേക്കാളും ഫാസ്റ്റ് സ്റ്റോറേജും ഫാസ്റ്റർ റാം ഉള്ള ഫോൺസ് ഇഷ്ടം പോലെയുണ്ട് ഈ സെയിം 30,000 പ്രൈസ് കാറ്റഗറിയിൽ. അല്ലെങ്കിൽ 1000-2000 അങ്ങോട്ടും ഇങ്ങോട്ടായാലും തീർച്ചയായിട്ടും ഫാസ്റ്റർ റാം, ഫാസ്റ്റർ സ്റ്റോറേജ് കിട്ടും. സോ 30,000ൻ്റെ ഈ പ്രൈസിൽ UFS 2.1 ആൻഡ്
LPDDR4X RAM അതും 2021 ശരിക്കും പറഞ്ഞാൽ ജസ്റ്റിഫയബിൾ അല്ല. നെക്സ്റ്റ് ആണ് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ്. ഈ രണ്ട് ഫോൺസിലും 64 മെഗാ പിക്സലിൻ്റെ ക്യാമറ സെറ്റപ്പ് ആണ്. പക്ഷേ ഇവിടെ ട്രിപ്പിൾ ക്യാമറയാണ്. X7 പ്രോയിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. ഫസ്റ്റ് നമുക്ക് X7ൻ്റെ ക്യാമറ സെറ്റപ്പ് നോക്കാം. സോ 64 മെഗാ പിക്സലിൻ്റെയാണ് പ്രൈമറി സെൻസർ. പക്ഷേ ഏതാണ് സെൻസർ എന്ന് റിയൽമി പറഞ്ഞിട്ടില്ല. സോ ഓബ്വിയസ്ലി സോണി സെൻസർ അല്ല, അല്ലെങ്കിൽ സോണി 682 അല്ലെങ്കിൽ 686 ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എടുത്ത് പറയും റിയൽമി. എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ GW1 സെൻസറാണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കേട്ടോ, സാംസങ്ങിൻ്റെ GW1 സെൻസർ. അത് അങ്ങനെയാണെങ്കിൽ അതൊരു നെഗറ്റീവാണ്. കാരണം പഴയ സെൻസറാണ്. 8 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ് ഉണ്ട്, f2.3, പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ആണ് മാക്രോ. മാക്സിമം 4K at 30 FPS എടുക്കാൻ കഴിയും. പിന്നെ മിഡ് റേഞ്ച് റിയൽമി ഫോൺസിൽ വരുന്ന ക്യാമറ ഫീച്ചേഴ്സ് ഇതിലും വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സൂപ്പർ നൈറ്റ് സ്കേപ്പ് ഉണ്ട്, നൈറ്റ് ഫിൽറ്റേഴ്സ്, ക്രോമ ബൂസ്റ്റ്, സൂപ്പർ ടെക്സ്റ്റ് എല്ലാം ഇതിൽ വരുന്നുണ്ട്. പിന്നെ 16 മെഗാ പിക്സലിൻ്റെ ആണ് സെൽഫി ക്യാമറ. റിയൽമി X7 പ്രോയിലും 64 മെഗാ പിക്സലിൻ്റെ ആണ് ക്യാമറ സെൻസർ. പക്ഷേ ഇത്തവണ സോണി IMX686 ആണ് കൊടുത്തിരിക്കുന്നത് റിയൽമി X7 പ്രോയിൽ. നമ്മൾ പോക്കോ X2ൽ ഓൾറെഡി കണ്ട സോണിയുടെ 686 സെൻസറാണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് സെൻസർ തന്നെയാണ് സോണി IMX686. നല്ലൊരു സെൻസറാണ്. നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ വളരെ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. പ്ലസ് ഒരു നല്ല പവർഫുൾ പ്രൊസസ്സറും ഉണ്ട്, 1000+. സോ നമുക്കൊരു നല്ല ഫോട്ടോഗ്രാഫി പ്ലസ് വീഡിയോഗ്രാഫി എക്സ്പീരിയൻസ് പ്രതീക്ഷിക്കാം. പിന്നെ എക്സാക്ട്ലി സെയിം 8 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ് ഉണ്ട്. മാക്സിമം 4K at 60 FPS വീഡിയോസ് എടുക്കാൻ കഴിയും. അതിനോടൊപ്പം തന്നെ നോർമലി ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വരുന്ന റിയൽമി ഫോൺസിലുള്ള ക്യാമറ ഫീച്ചേഴ്സാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ 32 മെഗാ പിക്സലിനാണ് സെൽഫി ക്യാമറ. ഈ വീഡിയോൻ്റെ ഇൻട്രോയിൽ ഞാനൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു, റിയൽമി X7ൻ്റെ സ്പെസിഫിക്കേഷനിൽ ലേശം ട്വിസ്റ്റ് ഉണ്ട്. സോ ആ ട്വിസ്റ്റ് ക്യാമറ സെഗ്മെൻറ്റിലാണ്. സോ ബേസിക്കലി ചൈനയിൽ ലോഞ്ച് ചെയ്ത റിയൽമി X7 അല്ല ഇന്ത്യയിലേക്ക് വന്നത്. ഇന്ത്യയിലേക്ക് വന്നത് റിയൽമിയുടെ V15 ആണ്. പ്രൈമറി സെൻസർ ഡിപ്പാർട്ട്മെൻറ്റിൽ 2 മെഗാ പിക്സലിൻ്റെ ആ ഡെപ്ത് സെൻസർ മിസ്സിംഗ് ആണ് ഇപ്പം V15 അല്ലെങ്കിൽ ഇന്ത്യൻ റിയൽമി X7ൽ. പിന്നെ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഇന്ത്യൻ റിയൽമി X7ൽ. ചൈനീസ് റിയൽമി X7ൽ 32 മെഗാ പിക്സലിൻ്റെ ആയിരുന്നു സെൽഫി ക്യാമറ. റിയൽമി X7ൻ്റെ ബാറ്ററി ചാർജിങ് സെറ്റപ്പ് ലേശം വിയേർഡാണ്. mAh നോക്കിയാൽ 4310 mAh ആണ് ബാറ്ററി കപ്പാസിറ്റി. 50 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ടാണ് റിയൽമി X7ൽ ഉള്ളത്. പക്ഷേ കൂടെ കിട്ടുന്നത് 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. സോ ഇപ്പം ഒരുപാട് കമ്പനികൾ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ നിന്ന് പോലും എടുത്ത് മാറ്റുന്നുണ്ട് ചാർജർ. ഇവിടെ ചാർജിങ് കപ്പാസിറ്റിൻ്റെ മേളിലാണ് ചാർജർ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് റിയൽമി X7 ശരിക്കും പറഞ്ഞാൽ 65 വാട്ടിൻ്റെ ചാർജിങ് കപ്പാസിറ്റി ഉള്ള ഒരു ഫോൺ തന്നെയാണ്. പക്ഷേ അത് സോഫ്റ്റ്വെയറിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, സോഫ്റ്റ്വെയറിൻ്റെ ബേസിസിൽ റിസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ് 50 വാട്ടിലേക്ക്. കാരണം അവിടെ റിയൽമി 7 Pro എന്നൊരു ഡിവൈസ് കിടപ്പുണ്ട്. അതിൽ 65 വാട്ട് പ്ലസ് 65 വാട്ടാണ്. സോ എക്സാക്ട്ലി അതേ പ്രൈസ് കാറ്റഗറിയിൽ ഒരേ സംഭവം കൊണ്ട് ഇറക്കിയാൽ ചിലപ്പം ഒരു ക്ലാഷ് വന്നേക്കാം. അത് വിചാരിച്ചായിരിക്കും ചിലപ്പം ഈ ഒരു എന്താ പറഞ്ഞൊരു ട്വിസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ അതൊരു ട്വിസ്റ്റാണ്. പുറത്തുള്ള റിയൽമി X7ൽ 65 വാട്ട് സപ്പോർട്ടും 65 വാട്ട് ചാർജിങ് ആണ്. ഇന്ത്യയിലുള്ള X7 അതായത് റിയൽമി V15ൽ സെയിം എക്സാക്ട്ലി 50 വാട്ടിൻ്റെ സപ്പോർട്ട് വിത്ത് 65 വാട്ട് ഫാസ്റ്റ് ചാർജറാണ്. റിയൽമി X7 പ്രോയിൽ റെസ്ട്രിക്ഷൻസ് ഇല്ല. 4500 mAhൻ്റെ ബാറ്ററിയാണ്. 65 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ടും ഉണ്ട്. പ്ലസ് 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. റിയൽമി X7 ആണെങ്കിലും X7 Pro ആണെങ്കിലും രണ്ടിലും ഹെഡ്ഫോൺ ജാക്ക് കിട്ടുന്നില്ല. അക്കാര്യം ഓർക്കണം. സ്പെഷ്യലി X7ൽ 20,000 താഴെ വരുന്നൊരു ഫോണാണ്. അതിൽ ഹെഡ്ഫോൺ ജാക്കിൻ്റെ ഫീച്ചർ വരുന്നില്ല. എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ടൈമാണ് അല്ലേ, വിത്തൗട്ട് ഡിസ്കൗണ്ട് നോക്കാതെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ്. കാരണം റിയൽമി X3 20,000 താഴെ വന്നിരുന്നു, പക്ഷേ അത് ഡിസ്കൗണ്ടിലായിരുന്നു, ലോഞ്ച് പ്രൈസ് അല്ല. സോ ലോഞ്ച് പ്രൈസോടെ ഫസ്റ്റ് ടൈമാണ് ഒരു ഫോൺ അണ്ടർ 20,000 വിത്തൗട്ട് ഹെഡ്ഫോൺ ജാക്ക്. സോ ഇതിൽ ആ സംഭവം അങ്ങനെ സംഭവിച്ചു. സോ അങ്ങനെ അതും സംഭവിച്ചു. മിഡ് റേഞ്ചിൽ ഫസ്റ്റ് ഫോൺ വിത്തൗട്ട് ഹെഡ്ഫോൺ ജാക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് അക്സെപ്റ്റബിൾ അല്ല. സോ അതെൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും, ഓക്കെ, പക്ഷേ എനിക്കത് ഓക്കെ അല്ല. സ്പീക്കേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്, പക്ഷേ സിംഗിൾ സ്പീക്കേഴ്സ് ആണ്. X7 പ്രോയിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോൾബി സപ്പോർട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഹൈ റെസ് സൗണ്ടിൻ്റെ സപ്പോർട്ടും സർട്ടിഫിക്കേഷനും വരുന്നുണ്ട്. ഇനി ഈ രണ്ട് ഫോൺസിൻ്റെയും സ്പെഷ്യൽ ഫീച്ചേഴ്സ് നോക്കാം. സോ ഫോർ എക്സാമ്പിൾ രണ്ട് ഫോൺസിലും ഡ്യുവൽ സ്റ്റാൻഡ് ബൈ 5Gൻ്റെ സപ്പോർട്ടുണ്ട്. സോ അതിൻ്റെ അർത്ഥമാണ് രണ്ട് സ്ലോട്ടിലും, സോ ഡ്യുവൽ സിം ആണല്ലോ, സോ രണ്ട് സ്ലോട്ടിലും 5G സിമ്മുകൾ യൂസ് ചെയ്യാൻ പറ്റും. സോ ജിയോ 5G പ്ലസ് എയർടെൽ 5G എന്നാണ് വരാൻ പോകുന്നത് അറിയില്ല, പക്ഷേ വന്നു കഴിഞ്ഞാൽ രണ്ടും ജിയോ പ്ലസ് എയർടെൽ ഒരുമിച്ച് യൂസ് ചെയ്യാൻ കഴിയും. രണ്ടിലും 5G കാണും. സോ അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ് രണ്ട് ഫോൺസിലും, X7 ആണെങ്കിലും X7 Pro ആണെങ്കിലും. അതിനോടൊപ്പം തന്നെ സൂപ്പർ ആംബ്ലോ ഡിസ്പ്ലേ ആയതുകൊണ്ട് രണ്ടിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ട്. രണ്ടിലും ഓൾവേസ് ഓൺ ഡിസ്പ്ലേൻ്റെ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. സോ പ്രൈസ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിരുന്നു. റിയൽമി X7ൻ്റെ 19,999 ആണ് ബേസ് വേരിയൻറ്റ്. 6GB 128GB 19,999, 8GB 128GB 21,999 ആണ്. ICICI ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്താൽ ഫ്ലാറ്റ്
2000 റുപ്പീസ് ഓഫ് കിട്ടും. ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് പ്ലസ് ഡെബിറ്റ് കാർഡിൽ 1500 രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. സോ അത് നല്ല ഓഫേഴ്സാണ്. സോ ഓഫറും കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ റിയൽമി X7 പ്രോയിൻ്റെ ഫൈനൽ പ്രൈസ് 27,999 ആണ്. ഈ ഒരു പ്രൈസിൽ ഓക്കെയാണ്, ഡീസൻറ്റ് ഫോണാണ്. ഇനി നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.